മുൻ ഗവൺമെൻറ് ലീഡർ പി ജി മനുവിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നീട് സമീപ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളുടെ കൂടി വെളിച്ചത്തിൽ ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നിയത് കൊണ്ട് ചെയ്യുന്നതാണ്. ഇതാരെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ മുറിപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ല. മനുവിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എന്നൊന്നും പറയാൻ പറ്റുകയില്ല. മനു, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അദ്ദേഹം പിറവം സ്വദേശിയാണ്. SFIക്കാരനായിരുന്നു. SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. പിന്നീട് DYFIയുടെ ബ്ലോക്ക് ഭാരവാഹിയായിരുന്നു. അദ്ദേഹം മൂവാറ്റുപുഴയിലെ മുൻ മുനിസിപ്പൽ ചെയർമാൻ PM ഇസ്മായിലിൻ്റെ ജൂനിയറായിട്ടാണ് പ്രാക്ടീസ് തുടങ്ങിയത്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കൽ താല്പര്യപ്പെടുത്താണ് അദ്ദേഹത്തെ എറണാകുളത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ അഡീഷണൽ ഗവൺമെൻറ് ലീഡറായിട്ട് നിയമിച്ചു. എറണാകുളം ജില്ലാ കോടതി നമ്മുടെ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന PG അജിത് കുമാർ എറണാകുളത്ത് അഡീഷണൽ ജില്ലാ ജഡ്ജിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കേസ് നടത്താൻ എനിക്ക് അവസരമുണ്ട്. തെരഞ്ഞെടുപ്പ് കേസിൻ്റെ പ്രത്യേകത നിരവധി സാക്ഷികളെ വിസ്തരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുറേ ദിവസം ആ കോടതിയിൽ നങ്കൂരമിട്ട് കിടന്ന് സാക്ഷികളെ വിസ്തരിക്കേണ്ടതായിരുന്നു. ആ സമയത്താണ് ഈ PG മനുവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം നടത്തുന്ന ഒരു കേസും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു റോഡ് സൈഡ് റോമിയോ വശീകരിച്ച് കടത്തിക്കൊണ്ടുപോയ കേസാണ്. അപ്പോൾ അതിൽ പ്രോസിക്യൂട്ടറായിട്ട് ഹാജരാകുന്നത് മനുവാണ്. എനിക്ക് മനുവിനെ നേരത്തെ പരിചയമില്ല. വെളുത്ത് തുടുത്ത കവളുകളൊക്കെയുള്ള അധികം ഉയരമില്ലാത്ത സാമാന്യം സ്ഥൂല ശരീരനായ ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ഇയാൾ ഗംഭീരമായിട്ട് കേസ് നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. വെറും ഒരു പ്രോസിക്യൂട്ടർ നടന്ന പോലെയല്ല, വലിയ ആവേശത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ഈ സാക്ഷികളെയൊക്കെ വിസ്തരിക്കുകയും മറുകണ്ഠം ചാടുന്ന സാക്ഷികൾ, കൂറുമാറുന്ന സാക്ഷികളെ ഭയാനകമായിട്ട് ക്രോസ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്കിത് കേസ് നടത്തുന്ന രീതി വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിച്ചു. അപ്പോൾ PG മനു എന്നാണ് പേര്. ആ കോടതിയിലെ ജില്ലാ ഗവൺമെൻറ് ലീഡറെ എനിക്കറിയാം, CPIക്കാരനാണ്. അഡീഷണൽ GPമാരെയും പലരെയും എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ അന്ന് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു കേസ് എന്താ. ഇപ്പോൾ പുള്ളി പറഞ്ഞു കേസ് വെറുതെ വിട്ടു. കാരണം ഈ വശീകരിച്ച് കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടി പ്രോസിക്യൂഷനെതിരായിട്ട് മൊഴി കൊടുത്തു, അതുകൊണ്ട് കേസ് വിട്ടുപോയി. ഏതായാലും അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങ് ഇങ്ങൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് മാത്രം. വലിയൊരു അടുപ്പോ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു കഴിവ് തെളിയിച്ച ഒരു അഭിഭാഷകനായിരുന്നു. അതുകൊണ്ടാണ് NIA അവരുടെ പ്രോസിക്യൂട്ടറായിട്ട് വെച്ചത്. പല കേസുകളിലും പുള്ളി NIAക്ക് വേണ്ടി ശക്തമായിട്ട് വാദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് വിരോധികളും ഉണ്ടായി. ഈ മത തീവ്രവാദികളും മതരാഷ്ട്രവാദികളും ഒക്കെ വലിയൊരു വിരോധിയായിട്ടാണ് മനുവിനെ കണക്കാക്കിയത്. വീണ്ടും പിണറായി സർക്കാർ വന്നപ്പോൾ ഇദ്ദേഹത്തെ ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെൻറ് ലീഡറായിട്ട് നിയമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ഭയാനകമായ പല സംഭവ വികാസങ്ങളുണ്ടായത്. ഒരു കേസിൽ നിയമസഹായത്തിന് വേണ്ടി ഒന്ന് അതിജീവിത എന്ന് പറയുന്ന ഒരു യുവതിയെ പുള്ളി ശാരീരികമായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ് ആരോപണം. അത് വന്ന സമയത്തും അതിൻ്റെ ഒരു കൗണ്ടർ, ഒരു ബദൽ കഥ ഉണ്ടായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ പേര് ഹൈക്കോടതി ജഡ്ജി ആകാനുള്ള ആ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. ഇദ്ദേഹം പട്ടിക സമുദായക്കാരനാണ്. ആ വിഭാഗത്തിൽ നിന്ന് കഴിവുറ്റ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ പുള്ളിയുടെ പേര് ഹൈക്കോടതിയിലേക്ക് സജസ്റ്റ് ചെയ്തു. അത് പരിഗണനയിലിരിക്കുമ്പോൾ അന്യഥ ആ സ്ഥാനം കിട്ടാൻ യോഗ്യതയുണ്ട് എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു യുവതിയുടെ ഭർത്താവ് നമ്മുടെ നാട്ടിൽ എണ്ണപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ഈ അതിജീവിത ഇങ്ങനൊരു പരാതിയുമായി വന്നത് എന്നും ഒരു കഥയുണ്ടായിരുന്നു. അതിലെന്തുമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. ഏതായാലും അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജഡ്ജിയാവാനുള്ള സാധ്യതകൾ അവസാനിച്ചു. അദ്ദേഹം പീഡന കേസിൽ പ്രതിയായി. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി തള്ളി. അദ്ദേഹം കുറച്ച് നാൾ ജയിലിൽ കഴിയേണ്ടതായിട്ട് വന്നു. പിന്നീട് ജാമ്യം കിട്ടി. ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് പുതിയ അപവാദം വരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, മരിക്കുന്നതിന് 3-4 ദിവസം മുമ്പ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുന്ന ഞാൻ വിചാരിക്കും. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഞാനിത് കണ്ടു. എനിക്ക് പെട്ടെന്ന് ഇത് മനുവാണെന്ന് മനസ്സിലായില്ല. കുറേ നേരം കണ്ടതിന് ശേഷമാണ് ഇതിലെ കഥാപുരുഷൻ, ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ, വീഡിയോയിൽ കാണുന്ന ആൾ മനുവാണെന്ന് മനസ്സിലായി. അത് കണ്ടപ്പോൾ തന്നെ, ഇത് അവസാനം വരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ മനുവിന് വലിയ ആയുസ് ഉണ്ടാവുകയില്ല. കാരണം അത്രയും വലിയ ഡാമേജാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്രയും ഭയങ്കരമാണ് ആ വീഡിയോ. 6 മിനിറ്റോ മറ്റോ നീണ്ടു നിൽക്കുന്ന വീഡിയോ. അതിന് തുടക്കമില്ല അവസാനമില്ല. പക്ഷേ അതിൽ കാണപ്പെടുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടാൻ ധാരാളം
പര്യാപ്തമായിട്ടുള്ള. അങ്ങനെ ഞാൻ വിചാരിച്ചു, അതിന് ചിന്ത എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. 3-ാം ദിവസം അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് കേട്ടത്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ വീഡിയോ ഇങ്ങനെ ക്യാമറ വെച്ച് എടുത്തവർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം തന്നെയായിരിക്കും ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് ഞാൻ കരുതി. ഇപ്പോഴാണ് പോലീസ് പറയുന്നത് ഈ വീഡിയോ എടുത്ത ആൾ ഇത് വച്ച് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും, പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വഴങ്ങാതെ വന്നപ്പോഴാണ് അത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവൻ കൊടുക്കേണ്ടി വന്നത്. മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഈ വിവരം സുഹൃത്തുക്കളെയും അതുപോലെ ചില ന്യായാധിപന്മാരെയും അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ സാങ്കേതിക തകരാറ് മൂലം അത് ഡെലിവറി ചെയ്തില്ല എന്ന്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു പര്യവസാനമാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തെ ജീവിതത്തിനും ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വലിയ പ്രതീക്ഷകൾ ഉയർത്തിയ ഒരു അഭിഭാഷകൻ, ഒരുപക്ഷെ പ്രഗത്ഭനായ ഒരു ന്യായാധിപനായി തീരേണ്ടിയിരുന്ന ഒരു വ്യക്തി ഇതുപോലെ ദാരുണമായ സാഹചര്യത്തിൽ ഈ ലോകത്തുനിന്ന് വിട്ടുപിരിഞ്ഞ് പോകേണ്ടി വന്നു എന്നുള്ളത് സത്യത്തിൽ എന്നെ വളരെ ദുഃഖിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കും ഞാൻ എൻ്റെ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു. ഇത് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം മരിക്കുമെന്നറിഞ്ഞപ്പോൾ ഇവിടെ വലിയൊരു വിഭാഗം ആളുകൾ, അതൊന്ന് നമ്മുടെ നാട്ടിലെ സന്മാർഗവാദികളാണ്, 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മതരാഷ്ട്രവാദികളും മതമൗലികവാദികളുമാണ്. കാരണം ഇയാൾ നേരത്തെ NIA പ്രോസിക്യൂട്ടറായിരുന്നല്ലോ. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിഭയങ്കരമായ സന്തോഷം രേഖപ്പെടുത്തുകയും ഇയാൾ മരിച്ചതിൽ ആഹ്ലാദം രേഖപ്പെടുത്തിച്ചു. അങ്ങനെ ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മാത്രമേ ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും മനുവിൻ്റെ വിയോഗത്തിൽ എൻ്റെ അനുശോചനം ഇവിടെ രേഖപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.